ശുദ്ധാക്ഷരങ്ങളിലേക്ക് സ്വാഗതം. കാലത്തിൻ്റെ അടയാളങ്ങൾ പോലെ ചില അപൂർവ മനുഷ്യരുണ്ട്. ദൈവത്തിൻ്റെ വിശുദ്ധമായ ഓർമ്മ പോലെ, സ്വർഗത്തിൻ്റെ ക്ഷണക്കത്ത് പോലെ, ദൈവത്തിൻ്റെ മുദ്ര പേറുന്ന ചില ആളുകൾ. അവർ നമുക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ സത്യമായും ദൈവമുണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. ദൈവത്തിൻ്റെ ഓർമ്മയായി ജീവിച്ച ഒരു മഹാനായ പാപ്പ, ജോൺ 23-ാമൻ മാർപ്പാപ്പ. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള സമഗ്രതയുള്ള, സൗന്ദര്യമുള്ള ഒരു പുസ്തകം ഇത്തവണ എൻ്റെ കയ്യിൽ. പേരിന് തന്നെ ഒരു സൗന്ദര്യമുണ്ട്, ലാവണ്യമുണ്ട്. അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. ദൈവത്തിൻ്റെ സൗന്ദര്യത്തിൽ ഒരു നുറുങ്ങെങ്കിലും ഒപ്പിയെടുത്തിട്ടുള്ള വിനായക നിർമ്മലാണ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ്. അദ്ദേഹത്തോടുള്ള നന്ദിയോടുകൂടി ഈ പുസ്തകത്തിലേക്ക്, ഈ ജീവിതത്തിലേക്ക് കവാടങ്ങൾ തുറന്ന് പ്രവേശിക്കുന്നു. ദ ഗുഡ് പോപ്പ് എന്നാണ് ചരിത്രത്തിൽ ജോൺ 23-ാമൻ മാർപ്പാപ്പ അറിയപ്പെടുക. നല്ല പാപ്പ. അദ്ദേഹം സഭയ്ക്കും ലോകത്തിനും നവവസന്തം സമ്മാനിച്ചു. ഒരു തുറന്ന ജാലകം അദ്ദേഹത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നുണ്ട്. വത്തിക്കാൻ കൗൺസിൽ ആരംഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്: സഭയുടെ ജാലകങ്ങൾ നമുക്ക് മലർക്കെ തുറന്നിടാം, ശുദ്ധവായു അകത്തേക്ക് വരട്ടെ. ദൈവത്തിൻ്റെ ഇളം കാറ്റ് പോലെ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് മെല്ലെ ഒഴുകിയിറങ്ങിയ ഈ സുന്ദരമായ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള അപഗ്രഥനം, ധ്യാനം പുസ്തകത്താളുകളെ ധന്യമാക്കുന്നു. പ്രമുഖനായ റബ്ബി ദൈവത്തിൻ്റെ ഛായയുള്ള നല്ല മനുഷ്യൻ എന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് വിളിച്ചത്, ഉത്തമ മനുഷ്യൻ എന്ന് സാക്ഷ്യപ്പെടുത്തിയത് സത്യമായിരിക്കണം. ഈ പുസ്തകത്തിൻ്റെ പണിപ്പുരയെക്കുറിച്ച് ഗ്രന്ഥകാരൻ എഴുതിയത് ആദ്യം എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. പുസ്തകം എഴുതുവാനുള്ള നിയോഗം അദ്ദേഹം പേറുന്നു. നിയോഗം ദൈവനിയോഗം തന്നെ തിരിച്ചറിയുന്നത് പള്ളിയിൽ വെച്ച്. ഗ്രന്ഥകാരൻ പറയുന്നത്, നിയോഗം കിട്ടിയപ്പോൾ ആദ്യം ശാലോമിലെ ചാപ്പലിലേക്ക് പ്രവേശിക്കുന്നു. ചില വിശുദ്ധ നിയോഗങ്ങൾ അൾത്താരയിൽ നിന്ന് പേറി ഒരാൾ യാത്ര തുടങ്ങുമ്പോൾ നല്ല ഒരു ഗ്രന്ഥം അയാളുടെ ഹൃദയത്തിൽ രചിക്കപ്പെട്ടു തുടങ്ങുകയാണ്. അങ്ങനെ തന്നെ വേണം പുസ്തകരചന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് സ്വന്തം മകൻ അപ്പൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. പിന്നെ സ്വന്തം പിതാവിനോട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. ഇതൊന്നും ക്ലീശയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിഷ്കളങ്കമായ ചില രീതികളിൽ നിന്നാണ് സുന്ദരമായ പലതും ഉണ്ടാവുക എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു കരവും പിന്നെ ജ്ഞാനത്തിൻ്റെ മറ്റൊരു കരവും ശിരസിന്മേൽ വച്ച് അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം മഴ പോലെ പെയ്തിറങ്ങാൻ സാധ്യതയുണ്ട് എന്ന് എൻ്റെ ഉള്ളിലുള്ള ഏതൊരു കുഞ്ഞ് ഇപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തിൻ്റെ പണിപ്പുരയിൽ കൃപയുടെ സൃഷ്ടികർമ്മം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. പുസ്തകം സുന്ദരമായതിൻ്റെ പിന്നിലെ ഒരു കാരണം അതുതന്നെയായിരിക്കാം. 12-ാം പിയൂസ് മാർപ്പാപ്പയുടെ മരണത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ് പുസ്തകം ആരംഭിക്കുക. മരണത്തോടടുക്കുമ്പോൾ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന 12-ാം പിയൂസ് മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞത്രേ: ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര സുന്ദരമാണ്, ഈ ഭൂമി സുന്ദരമായിരുന്നു, ഞാനിവിടെ സന്ദർശനം നടത്തിയത് എൻ്റെ ഭാഗ്യമായിരുന്നു എന്ന് ടാഗോർ എഴുതിയതുപോലെ. സുന്ദരമായ കാഴ്ചകൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അതിലും സുന്ദരമായത് കാണാൻ വേണ്ടി അകക്കണ്ണും തുറന്നു വെച്ച് ഒരാൾ നടന്നു പോവുകയാണ്, നന്ദി എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട്. അടുത്ത സുപ്രീം പൊന്തിഫ് ആരായിരിക്കണം എന്ന ചിന്തയാണ് പിന്നീട്. പൊന്തിഫ് എന്ന വാക്ക് പാലമെന്നാണ് അർത്ഥമാക്കുക. അപ്പോൾ വലിയൊരു പാലം, ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, ദൈവത്തെ മനുഷ്യരെയും ബന്ധിപ്പിക്കുന്ന
ലോകത്തെ മുഴുവൻ ഒരുമിപ്പിക്കുന്ന ഒരു പാലം. അങ്ങനെ ഒരു പാലത്തെ കണ്ടെത്തണം. അത്ര എളുപ്പമൊന്നുമല്ലല്ലോ. അത്ര എളുപ്പമല്ലെങ്കിലും ദൈവികതയുടെ കൃപ വഴികളിൽ എല്ലാം എളുപ്പമായി മാറുന്നുണ്ട്. ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത ആളായിരുന്നു ജോൺ 23 മാർപ്പാപ്പ റങ്കോളി. കാരണം ബാഹ്യമായിട്ട് എടുത്തു പറയത്തക്ക അത്രയ്ക്ക് കരുത്തോ കഴിവോ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല. അതിനു മുമ്പ് നയതന്ത്രജ്ഞനായിരുന്നു, ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. പക്ഷേ അത്രയ്ക്കങ്ങ് എടുത്തുയർത്തപ്പെടാൻ തക്ക വിധത്തിലുള്ള പ്രാഗൽഭ്യം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ടോ? ഇനി സഭയുടെ ഔദ്യോഗിക പുസ്തകങ്ങളിൽ കഴിവില്ലാത്തവൻ എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഭൂതകാലവും ഇദ്ദേഹത്തിനുണ്ട്. നോട്ട് ഏബിൾ എന്ന ഒരു വലിയ കോറൽ അദ്ദേഹത്തെക്കുറിച്ചുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് എടുത്തുയർത്തപ്പെടുന്ന അവസ്ഥയാണ് സംഭവിക്കുക. സുപ്രീം പൊന്തിഫൈ റങ്കോളി മാറുന്നു. സാധാരണഗതിയിൽ ഒരാൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ പേര് മാറ്റം നടക്കും. പേര് ഒരടയാളമാണ്, ഒരടയാളപ്പെടുത്തലാണ്. നിങ്ങളിനി സ്വീകരിക്കാൻ പോകുന്ന വഴിയെക്കുറിച്ചുള്ള ഒരു നിർവചനമാണ്. നിങ്ങളുടെ ദിശയെക്കുറിച്ചുള്ള ഒരു ചിന്ത ഈ പേര് നൽകണം. ജോൺ എന്നായിരിക്കും എൻ്റെ പേര് എന്ന് ഈ മാർപ്പാപ്പ പറയുന്നു. ജോൺ മറഞ്ഞിരിക്കുന്ന ഒരു വിശുദ്ധനാണ്. യേശുവിൻ്റെ മുന്നിൽ മറഞ്ഞിരുന്ന ജോൺ ബാപ്റ്റിസ്റ്റ്. പിന്നെ മറ്റൊരു ജോണ് യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന മറ്റൊരു ജോൺ. ഇവരൊക്കെ കുറയുന്നതിൻ്റെ സൗന്ദര്യം കാണിച്ചെന്നവരാണ്. പിന്നെ വേറൊന്നുള്ളത് 22 ജോണുമാർ മുമ്പേ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പിന്നിലായി ഒരു 23-മനായി ചെറുതായിരിക്കുന്നതിൻ്റെ ഒരു സുഖവും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന് കാണണം. വളരെ ഹ്രസ്വകാലം ഭരിച്ച മാർപ്പാപ്പമാരാണ് ഈ ജോണുമാർ. അങ്ങനെയാണെങ്കിൽ ഒരിടക്കാല വാസത്തിന് വേണ്ടി ഇടത്താവളത്തിലെത്തിയ ഒരു യാത്രികൻ മാത്രം. അല്പനേരത്തേക്ക് ഈ മഴ പെയ്യുമ്പോൾ കയറി നിൽക്കാൻ ഒരിടം എന്ന മട്ടിൽ അങ്ങനെ ഒരാൾ ദാർശനിക ഭാവത്തോടുകൂടി ഒരല്പനാളത്തേക്ക് ഇടക്കാലത്തേക്ക് മാർപ്പാപ്പയായി അവരോധിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഇടക്കാല യാത്രക്കാരുടെ പേരുകൾ പേറുന്ന ആ പേര് തന്നെ ഇദ്ദേഹം സ്വീകരിച്ചത്, ജോൺ എന്ന അടയാളപ്പെടുത്തൽ. പക്ഷെ ആ പേര് ചരിത്രത്തിലെ ഒരു അടയാളപ്പെടുത്തലായി മാറി. ട്രാൻസിഷൻ പോപ്പ്, ട്രാൻസ്ഫോമിംഗ് പോപ്പായി മാറുന്നെങ്ങനെ? ട്രാൻസിഷൻ പോപ്പ് തന്നെയായിരുന്നു, താൽക്കാലികമായൊരു പോപ്പ്. പക്ഷെ ആ താൽക്കാലികമായ ചെറു കാലഘട്ടത്തിലൂടെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നു. ബാല്യത്തിലേക്ക് സഞ്ചരിക്കുക. ഏറ്റവും രസകരമായി തോന്നിയ ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം ഒരിക്കലും നടന്ന വഴി മറന്നിട്ടില്ല. നമുക്കൊക്കെ ഒരു അസുഖമുണ്ട്. നമ്മൾ ഉന്നതമായ ഏതെങ്കിലും അവസ്ഥയിലെത്തി കഴിയുമ്പോൾ പെട്ടെന്ന് അൽഷീമേഴ്സ് ഡിസീസ് പോലെ ഒരു മറവി രോഗം വരികയാണ്. ഇതുവരെ നടന്ന സകല വഴികളും മറന്നുപോകും. കൂടെ നടന്നവരെ മറക്കും. മൊത്തം മറവി രോഗമാണ്. മുന്നിലെ വഴികൾ മാത്രം തെളിഞ്ഞു കാണും. കുറേ കഴിയുമ്പോൾ പഴയത് മറന്നുകൊണ്ട് മുന്നിലേത് മറന്നു പോകുന്നുള്ളതാണ് സത്യം. പിന്നെ സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് അഭിരമിക്കുന്ന ഒരവസ്ഥ. പക്ഷേ ഈ മാർപ്പാപ്പയിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, ഇതുവരെ നടന്ന വഴികളൊന്നും മറന്നിട്ടില്ല. ആ വഴികളുടെ ഭൂപടം ഹൃദയത്തിൽ എവിടെയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ഉയർന്നിട്ടും തൻ്റെ ജീവിതത്തിലെ സംതൃപ്തമായ ദാരിദ്ര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയാൻ മറന്നിട്ടില്ല. കൊടും ദാരിദ്ര്യമായിരുന്നെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. പക്ഷേ അത് സംതൃപ്തമായ ദാരിദ്ര്യമാണെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. ഒന്നുമില്ലാത്ത അവസ്ഥയിലും ഞങ്ങൾ സമ്പന്നരായിരുന്നു. ഇനി ഒന്നുമില്ലാത്ത അവസ്ഥയിലും അതിനേക്കാൾ ദരിദ്രരായ ആളുകൾ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കുവാൻ വേണ്ടി അമ്മ കിച്ചണിലേക്ക് പറഞ്ഞയച്ചിരുന്ന കാര്യവും ഇയാൾ സ്നേഹത്തോടു കൂടി ഓർത്തെടുക്കുന്നുണ്ട്. എലിസബത്ത് രാജ്ഞിയും ഭർത്താവും സന്ദർശനത്തിൽ എത്തിയപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, പണ്ട് വെറുമൊരു ദരിദ്ര കർഷക കുടുംബത്തിലെ അംഗമായിരുന്നപ്പോൾ പാവപ്പെട്ട ഞങ്ങൾ വിക്ടോറിയ രാജ്ഞിയെ കാണുവാൻ വേണ്ടി കാത്തു നിന്നിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ആ ദരിദ്ര ബാലൻ എലിസബത്ത് രാജ്ഞിയെ കൊട്ടാരത്തിൽ സ്വീകരിക്കാൻ നിൽക്കുന്ന അവസ്ഥ. ഞാൻ ഇന്നലെ ഇക്കാര്യം ഓർത്തു എന്ന് അദ്ദേഹം പറയുന്നു. ഈ പത്രക്കാരൊക്കെ മുന്നിൽ കൺമിഴിച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും സാധാരണഗതിയിൽ ഡിപ്ലോമാറ്റിക് ആളുകൾ പറഞ്ഞുകൂടാ.
കാരണം അതൊരു പഴയ കാലം ചികഞ്ഞെടുക്കലാണ്. പക്ഷെ ഉയർന്ന ഒരു മനുഷ്യന് തൻ്റെ ഉയർച്ചയെക്കുറിച്ച് വലിയ ചിന്തകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ താഴെ കിടക്കുന്ന മനുഷ്യരാണ് എപ്പോഴും ഉയരത്തിലാണെന്ന മട്ടിൽ അഭിനയിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഒരുപാട് ഉയരത്തിലെത്തിയവർക്ക് പിന്നെ ഉയരത്തിൻ്റെ അഭിനയം നടത്തേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് ഇക്കാര്യത്തിൽ സംഭവിക്കുക. ജീവിതകാലം മുഴുവൻ ഇദ്ദേഹം തൻ്റെ ദാരിദ്ര്യ അവസ്ഥകളെക്കുറിച്ച്, തൻ്റെ വൈരൂപ്യത്തെക്കുറിച്ച്, തൻ്റെ തടിയെക്കുറിച്ച്, തൻ്റെ കഴിവുകേടുകളെക്കുറിച്ചൊക്കെ വളരെ തമാശ നിറഞ്ഞ രൂപത്തിൽ, എന്നാൽ ഒരു സാത്വിക ഭാവത്തിൽ സംസാരിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളിലേക്ക് ദർപ്പണം തിരിച്ചുകൊണ്ട് ആ ജീവിതത്തെ ഒപ്പിയെടുക്കാനായിട്ട് ശ്രീ വിനായക് നിർമ്മൽ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം പരാജയപ്പെടുന്നില്ല, വിജയിക്കുന്നുണ്ട് ഈ ശ്രമത്തിൽ. പലതരത്തിലുള്ള ആംഗിളുകളാണ് ഈ മാർപ്പാപ്പയ്ക്കുണ്ടായിരുന്നത്. അത്രയ്ക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാവുന്ന ആളൊന്നുമല്ല. നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം കഴിവ് കെട്ടവനാണെന്ന് സഭാപുസ്തകങ്ങളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരാളാണ്. തർദീനി എന്ന മേലധികാരിയാണെന്ന അപ്രകാരം ചെയ്ത അപ്പോസ്തലിക് വിസിറ്ററായിരുന്നു ബൾഗേറിയയിൽ ഇദ്ദേഹം. തീർത്തും കഴിവ് കെട്ടവനാണെന്ന മട്ടിൽ എപ്പോഴും ഇദ്ദേഹത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അപ്രോച്ച് ചെയ്തിരുന്ന ആളാണ് തർദീനി. എന്നിട്ടോ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട്, ഇദ്ദേഹം മാർപ്പാപ്പായതിനു ശേഷം സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതും ഈ തർദീനിയെ തന്നെയാണ്. ഒരു തരത്തിലും ലോകത്തിന് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. തന്നെ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തി കഴിവ് കെട്ടവൻ, വിവരം കെട്ടവൻ എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാൾ, അയാൾ സ്റ്റേറ്റ് സെക്രട്ടറിയാക്കി നിയമിക്കുക. തർദീനിക്ക് തന്നെ ഇതൊരു വലിയ ഷോക്കായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെയാണ് ജോണിൻ്റെ വിചിത്ര വഴികൾ. ഈ മാർപ്പാപ്പയുടെ വിചിത്ര വഴികൾ ദൈവത്തിൻ്റെ മുമ്പിൽ യഥാർത്ഥത്തിലുള്ള നേരിൻ്റെ വഴികളായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ വഴികളിൽ തന്നെ ഉറച്ച ബോധ്യത്തോടെ, ഉറച്ച കാൽവെപ്പോടെ, എന്നാൽ ഒരു മൂളിപ്പാട്ടും പാടി അദ്ദേഹം മുന്നോട്ട് നീങ്ങിയിരുന്നത്. എവിടെയോ വായിച്ചിട്ടുണ്ട്, ഏതോ ഒരു വൈദികൻ ഇദ്ദേഹത്തെ സമീപിച്ച് പറഞ്ഞു, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇടവക, ഏതൊരു മെത്രാൻ ഇദ്ദേഹത്തെ സമീപിച്ചിട്ട് പറഞ്ഞു, രൂപതയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എല്ലാം താങ്ങാൻ പറ്റുന്നില്ല ഭാരങ്ങൾ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഈശോ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഈശോ എന്നോട് പറഞ്ഞു, ജോണി, ഐ ആം നോട്ട് ദ വൺ, ഐ ആം ദ വൺ ടേക്കിംഗ് കെയർ ഓഫ് ദ ചേർച്ച്, നോട്ട് യു. ഐ ആം ദ വൺ ഹോൾഡിങ് ഓൾ ദ റെസ്പോൺസിബിലിറ്റി. നീയല്ല ഞാൻ സൃഷ്ടിച്ച സഭയെ ചുമക്കുന്നത്, ഞാനാണ് ചുമക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു. അതോടെ എൻ്റെ പേടിയൊക്കെ പോയി. ആ ഉത്തരത്തിൽ കേട്ടതോടുകൂടി രൂപതാ വൈദികൻ ബിഷപ്പിൻ്റെ എല്ലാ സങ്കടങ്ങളും, എല്ലാ ഉത്കണ്ഠകളും അപ്രത്യക്ഷമായി മാറിയത്രേ. അപ്പോൾ ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കുക. സെമിനാരി കാലം മുതലുള്ള ഇദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ നിറഞ്ഞു നിൽക്കുന്നത് അത് തന്നെയാണ്. ഞാൻ ആരാണ്? ഞാൻ എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണം മാത്രം. ദൈവം പറയുന്നു, ഞാൻ അനുസരിക്കുന്നു. ദൈവം മുന്നോട്ട് നയിക്കുന്നു, ചലിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കയ്യിലെ കളിപ്പന്ത് പോലെ ഞാൻ. ഇതായിരുന്നു മാർപ്പാപ്പയുടെ എക്കാലത്തെയും ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡ് എനിക്കും നിങ്ങൾക്കൊക്കെ വന്നിരുന്നെങ്കിൽ മനസ്സിന് എന്തുമാത്രം സമാധാനം ഉണ്ടാവുമായിരുന്നു. നമ്മുടെ അസ്വസ്ഥത തുടങ്ങുന്നത് നമ്മുടെ ഞാനെന്ന ഭാവത്തിൽ നിന്നാണ്. എന്നിൽ നിന്നാണ് അസ്വസ്ഥത വരിക. എന്നിൽ ഞാനില്ലാതായാൽ അസ്വസ്ഥത ഉണ്ടാവില്ല. കാരണം ദൈവം സ്വസ്ഥതയാണ്, സൗഖ്യമാണ്. അപ്പോൾ നമ്മുടെ വല്ലാത്ത അസ്വസ്ഥതയ്ക്ക് കാരണം ദൈവത്തെ പടിയിറക്കി വിട്ടിട്ട് എന്നെ തന്നെ ഞാൻ ഏതോ ഒരു ദൈവമായി ആരാധിച്ചു തുടങ്ങിയതാണ്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ സമാധാനവും സന്തോഷവും താനെ വരും. ജോണി വാക്കറെ പോലെ, മഹാനായ ഈ പാപ്പായെ പോലെ ഇങ്ങനെ ശാന്തമായി മുന്നോട്ട് പോകുവാൻ നമുക്കും സാധിക്കും. ഒരു ടീം വർക്കർ എന്ന നിലയിലും ഈ മാർപ്പാപ്പയെ പുസ്തകത്തിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഗ്രന്ഥകാരൻ. ഒറ്റയ്ക്കൊരാൾക്ക് ഒറ്റയാനെ പോലെ പ്രവർത്തിക്കാൻ സാധിക്കും. അതൊരു കഴിവാണ്. പക്ഷേ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ മാത്രം നിൽക്കാതെ ഒരുപാട് പേരെ ചലിപ്പിക്കാൻ കഴിഞ്ഞ് ഒരുപാട് പേരെ നയിച്ച് വർക്ക് ചെയ്യുന്നത്, അതാണ് കുറച്ചുകൂടി ബെറ്റർ. അതിന് ഒരുപാട് കഴിവ് വേണം. കാരണം ഒരുപാട് മനുഷ്യരെ ഒരുപോലെ പരിഗണിക്കേണ്ടി വരും, അവസരം കൊടുക്കേണ്ടി വരും, അവർക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുത്ത് ജോലി ചെയ്യിപ്പിക്കേണ്ടി വരും. ടീം ലീഡറിൻ്റെ ജോലി അതാണ്. നല്ലൊരു ടീം ലീഡറായിരുന്നു ഇദ്ദേഹം എന്നാണ് പറയുന്നത്. എല്ലാവരെയും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാൾ, എല്ലാ തൊഴിലാളികളുമായി കുശലം പറയുന്ന ഒരാൾ ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ കയ്യൊപ്പായിട്ട് ഇതിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ
ഈ ജോൺ 23-ാമൻ പാപ്പായുടെ മറ്റൊരു പതിപ്പാണോ എന്ന് പറയുന്ന ആളുകൾ, ചോദിക്കുന്ന ആളുകൾ ധാരാളം പേരുണ്ട്. ആയിരിക്കാം, രണ്ടുപേരും തമ്മിൽ സാമ്യം ഏറെയാണ്. ജോൺ 23-ാമൻ മാർപ്പാപ്പയ്ക്ക് ഇങ്ങനെ ഒരു പോളിസി ഉണ്ടായിരുന്നു: കുറച്ച് മാത്രം കുറ്റങ്ങൾ കണ്ടെത്തുക, കുറച്ച് മാത്രം തിരുത്തുക. അതിൻ്റെ അർത്ഥം കണ്ണടച്ചിരുട്ടാക്കുക എന്നല്ല, മറിച്ച് എപ്പോഴും കുറ്റം പറഞ്ഞും കുറ്റം തിരുത്തി നടക്കുന്നതിന് പകരം നന്മയിലേക്ക് ദർപ്പണം തിരിക്കുക. ഭൂതക്കണ്ണാടിയും കണ്ണാടിയും കൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. കണ്ണാടി കൊണ്ട് നടക്കുന്ന മനുഷ്യർ അത് ആത്മദർപ്പണമാണ്. അവർ ആ കണ്ണാടിയിലേക്ക് നോക്കും, എന്നിട്ട് തന്നെ കാണും. മെച്ചപ്പെടുത്തേണ്ടത് മെച്ചപ്പെടുത്തും, മാറ്റേണ്ടത് മാറ്റും. ഇനി കണ്ണാടിയില്ലാതെ ഭൂതക്കണ്ണാടി മാത്രമുള്ള മനുഷ്യർ എപ്പോഴും ഭൂതക്കണ്ണാടിയുമായി നടന്ന് ആളുകൾക്ക് നേരെ ഭൂതക്കണ്ണാടി തിരിച്ചു പിടിച്ചിട്ട് അവരുടെ തെറ്റുകളും കുറ്റങ്ങളും പെരുപ്പിച്ച് കാട്ടി അതിനെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും, കുറ്റം വിധിക്കും, പിന്നെ തെറ്റുതിരുത്താൻ നിരന്തരം ശ്രമിച്ച് പെടാപ്പാട് പെട്ട് അവസാനം ട്രാജഡിയാക്കി സ്വന്തം ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും മാറ്റും. ഈ മാർപ്പാപ്പ ഒരു ട്രാജഡി അല്ലായിരുന്നു. കാരണം അദ്ദേഹം ദർപ്പണത്തോടു കൂടി ജീവിച്ചയാളാണ്. തന്നെ നോക്കിക്കൊണ്ടിരുന്നു, ദൈവത്തിൻ്റെ സ്നേഹവുമായി താരതമ്യപ്പെടുത്തി തന്നെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എപ്പോഴും ചെല്ലുന്നിടത്തൊക്കെ ജാലകങ്ങൾ തുറക്കാനും സാധിച്ചിരുന്നത്. ഇദ്ദേഹം ജയിൽ യാത്ര നടത്തി ഒരു പ്രശസ്തി നേടിയെടുത്ത ആളാണ്. അത് പ്രശസ്തിക്ക് വേണ്ടി ചെയ്ത കാര്യമൊന്നുമല്ല. സാധാരണഗതിയിൽ മാർപ്പാപ്പന്മാർ സ്വയം പറഞ്ഞിട്ടുള്ളത് വത്തിക്കാൻ്റെ തടവ് പുള്ളികളെന്നാണ്. അവിടെ തടവ് പുള്ളികളായിട്ട് ജീവിക്കുകയാണ് അവർ പുറത്തേക്കൊന്നും അധികം പോയിരുന്നില്ല. ഇതിൻ്റെ യഥാർത്ഥത്തിലൊരു തുടക്കം, പുറത്തേക്കുള്ള യാത്രയുടെ തുടക്കം ഈ ജോൺ 23-ാം മാർപ്പാപ്പയിൽ നിന്ന് തന്നെയാണ്. ജയിലുകളിൽ അദ്ദേഹം സന്ദർശിക്കുമ്പോൾ അതൊരു ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കൽ ചടങ്ങായിരുന്നില്ല, മറിച്ച് കരുണാർദ്രതയുള്ളൊരു മനുഷ്യൻ്റെ സ്വാഭാവികമായ രീതികളായിരുന്നു. ഈ വത്തിക്കാൻ്റെ തെരുവിൽ ആരും കാണാതെ വൈകുന്നേരങ്ങളിൽ വെറുതെ നടന്ന് ആളുകളേക്ക് സന്ദർശിച്ച് കുശലാന്വേഷണം നടത്തിയിരുന്നത് കൊണ്ടാണ് കളിയാക്കിയ ആളുകൾ ജോണി വാക്കർ എന്ന് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഇങ്ങനെ നടക്കുന്ന ഒരാൾ ജോണി വാക്കർ, ഒരു സുപ്രീം പൊന്തിഫിന് സുന്ദരമായി ചേരുന്ന ഒരു പദം തന്നെയാണത്, ജോണി വാക്കർ എന്ന പദപ്രയോഗം. ജയിലിലേക്ക് അദ്ദേഹം പോകുമ്പോഴും അത് അവരുടെ ഹൃദയത്തിലേക്കുള്ള യാത്ര പോലെയായി. ചില മനുഷ്യർ പെട്ടെന്ന് ചെങ്കണ്ണിലേക്ക് വെട്ടമേറ്റ് വാങ്ങിയവരെ പോലെയായി. ഈ വെട്ടം വന്നു കഴിഞ്ഞപ്പോൾ അസ്വസ്ഥത വന്നു കാണും. പിന്നെ വെട്ടത്തിൽ അവർ തങ്ങളെ തന്നെ കണ്ടെത്തി യഥാർത്ഥ കാഴ്ചയിലേക്കുള്ള സ്വപ്നം കണ്ടു തുടങ്ങുകയാണ്. ആ ഒരു മാറ്റമാണ് അദ്ദേഹം ലോകത്തിന് നൽകിയ മാറ്റം. നിരീശ്വരവാദികളെ പോലും അമ്പരപ്പെടുത്തിയിട്ടുണ്ട് ഇദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത്. ഫലിതത്തോടുകൂടിയാണ് അദ്ദേഹം അവരെ സമീപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർ പിന്നീട് എഴുതി, ഈ മനുഷ്യനിവിടെ ഉള്ളത് കൊണ്ട് വിശ്വസിക്കുവാനായിട്ട് പ്രേരണയുണ്ടാകുന്നു. വെൻ യു ആർ അറൗണ്ട് ഇറ്റ് ഈസ് ഈസി ടു ബി ഗുഡ്. വെൻ യു ആർ അറൗണ്ട് ഇറ്റ് ഈസ് ഈസി ടു ബി ഗുഡ്. നന്നായിരിക്കുവാൻ എളുപ്പമാണ് നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ. ഇങ്ങനെയാണ് ലോകം ഇദ്ദേഹത്തെക്കുറിച്ച് പ്രതികരിച്ചത്. ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷനായിരുന്നു വത്തിക്കാൻ കൗൺസിൽ 2. നേരത്തെ പറഞ്ഞതുപോലെ ജാലകങ്ങളെല്ലാം മലർക്കെ തുറന്നിട്ട് ശുദ്ധവായു സ്വീകരിക്കാനുള്ളൊരു ശ്രമം, പിന്നെ നവവസന്തം വിരിയിക്കൽ. ആരും അങ്ങനെ ഒരു ഡ്രീം മനസ്സിൽ കാണില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ വൃദ്ധൻ, ട്രാൻസിഷൻ പോപ്പ്, അല്പനാൾ മാത്രം, കുറച്ച് പുറമേയുള്ള പ്രകടനങ്ങളിൽ അഭിരമിച്ച് അങ്ങ് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു, ആരും കുറ്റം പറയില്ല. പക്ഷേ ഇവിടെ എല്ലാവരുടെയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഏറ്റവും പ്രാധാന്യമേറുന്ന ഒരു തീരുമാനം എടുക്കുന്നു. ഒരു കൗൺസിൽ വിളിച്ചു കൂട്ടുകയാണ്. ആന്തരികമായി ഒരുപാട് ധൈര്യവും ആഴവും പരിപ്പുള്ള ഒരാൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അരൂപിയുള്ളയാളെന്ന് ഈ മാർപ്പാപ്പയെ ലോകം മുഴുവൻ വിളിച്ചത്. അടുത്തൊരു ആസ്പെക്റ്റ് ഉണ്ട്, ചിരിയുടെ ഒരു ആസ്പെക്റ്റ്. അദ്ദേഹത്തിൻ്റെ ആകാരത്തിൽ തന്നെ എവിടെയൊക്കെയോ ചിരി ഒളിഞ്ഞു കിടപ്പുണ്ട്. ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഒരാൾ. വത്തിക്കാനിൽ എത്ര പേർ ജോലി ചെയ്യുന്നുണ്ട്? അബൌട്ട് ഹാഫ് ഓഫ് ദം, പകുതിയോളം പേർ എന്ന അദ്ദേഹത്തിൻ്റെ മറുപടി ഏറ്റവും പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ തമാശയാണ്. ഇതുപോലെ ഹോളി സ്പിരിറ്റ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സിസ്റ്റർ സുപ്പീരിയർ ഫോൺ വിളിച്ച് പറയുന്നു, ഐ ആം ദ സുപ്പീരിയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഇദ്ദേഹം മറുപടിയായി പറയുന്നു, ഐ ആം ദ വിക്കാർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
ഇങ്ങനെ പറയുന്ന ആ പറച്ചിലിലെ ഒരു സ്വാഭാവികതയുടെ നർമ്മോക്തി. ഇതുപോലെ അദ്ദേഹം നർമ്മം കൊണ്ട് നേരിട്ട ധാരാളം അനുഭവങ്ങളുണ്ട്. ചിരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു കുട്ടിയോട് ചോദിക്കുന്നു, എന്താ ആഗ്രഹം? ഒരു പോലീസുകാരനാകണം, അല്ലെങ്കിൽ പോപ്പാകണം. അദ്ദേഹം പറഞ്ഞു, പോപ്പാകാൻ ശ്രമിച്ചാൽ നീ കണ്ടില്ലേ, എനിക്ക് പോലും പോപ്പാകാൻ പറ്റും, അപ്പോൾ പിന്നെ നിനക്കും പറ്റില്ലേ, ശ്രമിക്കുക. ഇത്തരത്തിൽ സ്വന്തം ഔന്നത്യത്തെ നിസ്സാരമായി കാണണമെന്നുണ്ടെങ്കിൽ അകത്തൊരുപാട് ഡെപ്ത് ഉണ്ടാകണം, ആഴം ഉണ്ടാകണം. ആഴമുള്ളവർക്ക് ജീവിതം തന്നെ വലിയൊരു നേരം പോക്കാണ്. ആഴമില്ലാത്തവർക്ക് ഒന്നും നേരം പോക്കല്ല. എപ്പോഴും അമിതമായ സീരിയസ്നെസ്സോടുകൂടി ഇപ്പം പൊട്ടാൻ പോകുന്ന വിധത്തിൽ ആറ്റം ബോംബ് പോലെ ജീവിക്കുകയാണ് ചില മനുഷ്യരൊക്കെ. അവർക്ക് മുമ്പിൽ മാർപ്പാപ്പ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. നിങ്ങളൊന്നുമല്ല ഈ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവമാണ്. അവസാനമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അന്ത്യരംഗം അതുകൊണ്ട് നമ്മൾ ശരിക്കും ധ്യാനിക്കേണ്ടതാണ്. പ്രായം എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാഭാവികമായി എന്തോ ഒന്നെൻ്റെ പ്രായമായ ശരീരത്തെ ആക്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്ര കഠിനവും ഭയാനകമാണെങ്കിലും ശാന്തതയോടെ ഞാനതിനെ ഏറ്റെടുക്കും. ചില രോഗമൊക്കെ വരുമ്പോൾ അടിമുടി ഉലഞ്ഞു പോയ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ കേൾക്കാൻ വേണ്ടി പറയുകയാണ്, വരേണ്ടതാണ് വന്നത്, സ്വാഭാവികതയോടുകൂടി സ്വീകരിക്കുക. മാർപ്പാപ്പ പറഞ്ഞതുപോലെ എത്ര കഠിനവും എത്ര ഭയാനകമാണെങ്കിലും ശാന്തതയോടെ ഞാനത് ഏറ്റെടുക്കും. ഇങ്ങനെ നിങ്ങളോട് തന്നെ ഒന്ന് പറയുക. ഒരു രോഗം വന്നു, എത്ര ഭയാനകവും കഠിനവുമാണെങ്കിലും ശാന്തതയോടെ ഞാനതിനെ ഏറ്റെടുക്കും. കാരണം മറ്റൊരു വഴി നിങ്ങൾക്കില്ല. ശാന്തതയോടെ നിങ്ങളതിനെ ഏറ്റെടുക്കണം. ദൈവം നിങ്ങളെ കാണിച്ചു തരുന്ന വഴികളിലൂടെ നടക്കുന്നു എന്നതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ഈ ശാന്തത നിങ്ങൾക്കുണ്ടോ? വീണ്ടും അദ്ദേഹം ഡോക്ടേഴ്സിനോട് പറയുന്നു, അവസാന ദിവസങ്ങളിലാണ്, ഞാനൊരു രോഗിയായി ഇവിടെ വീണാൽ ഏതെങ്കിലും ഒരു മൊണാസ്ട്രിയിലെ മുറിയിൽ നിങ്ങൾ എന്നെ കിടത്തണം. ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന് ഓരോ ദിവസവും മനോഹരമാണ്. അതുപോലെ തന്നെയാണ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിനുള്ള ഓരോ ദിവസവും. ക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് അവനിൽ അതിശയകരമായി യാതൊന്നും മറ്റുള്ളവർ കണ്ടിരുന്നില്ല. എന്നാൽ അവൻ്റെ മരണം എല്ലാവർക്കും അതിശയകരമായിരുന്നു. വീണ്ടും അദ്ദേഹം പറയുന്നു, ഡോക്ടറെ, എൻ്റെ സ്നേഹിത, ടെൻഷൻ അടിക്കരുത്. എൻ്റെ യാത്രയെക്കുറിച്ച് ഓർത്ത്, യാത്രയ്ക്കുള്ള എൻ്റെ ബാഗ് എപ്പോഴും റെഡിയാണ്. പുറപ്പെടാനുള്ള സമയമാകുമ്പോൾ ഞാൻ ഒട്ടും വൈകാതെ ഈ ബാഗുമായി പോകും. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ മടങ്ങിയിരിക്കുന്ന ആളെ പോലെ ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ പഠിച്ചെടുക്കാവുന്ന പാഠങ്ങളാണ്. അവൻ്റെ പേര് യോഹന്നാൻ. ഈ പുസ്തകം നമ്മെ ധ്യാനത്തിലേക്കും മൗനത്തിലേക്കും ശുദ്ധിയിലേക്കും ഓർമ്മകളിലേക്കും നയിക്കുന്നു. ദൈവം ഇത്തരം മഹത് വ്യക്തികളിലൂടെ നമ്മെ നിരന്തരം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നല്ല യാത്ര നേരുന്നു.